Hello friends, welcome to Aisha's Creations. Aisha's Creations ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് ഗുലാബ് ജാമുൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുവാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 8 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കപ്പ് ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. എനിക്കിവിടെ കിട്ടിയത് അത്ര തിക്കായിട്ടുള്ള പാലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുത്ത പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങനെ അമർത്തി ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കേണ്ടതൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹാർഡായി പോവുകയും ചെയ്യും. നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരുവത്തിലിട്ട് വന്നേച്ചാൽ മതി. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കുഴച്ചെടുക്കാം. നെയ്യിന് പകരമായിട്ട് എണ്ണ ഉപയോഗിച്ചാലും മതി. അതായത് ഇപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇതിങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. പാല് കൂടി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും നമ്മൾ എണ്ണയിലിട്ട് ഇടുമ്പോൾ. അതുപോലെ ക്രാക്കൊന്നും ഇല്ലാതെ വേണം ആ ബോൾസൊക്കെ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. പഞ്ചസാര പാനിയിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് പകുതി നാരങ്ങ, അതായത് 1 ടീസ്പൂൺ നാരങ്ങ ചേർത്തു. പിന്നെ 2 ഡ്രോപ്പ് റോസ് എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മൂടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസ് ഇടാൻ നേരത്ത് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംവശമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വല്ലാണ്ട് ക്രിസ്പി ആയി പോവും. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലിടുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഒട്ടും തന്നെ ഇത് വലിച്ചെടുക്കില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളുവശമൊന്നും ഒട്ടും എന്താ പറയുക ജ്യൂസി ആവാണ്ടിരിക്കും. അതുപോലെ ഇത് എണ്ണയിലേട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഈ ബോൾസൊക്കെ ഈ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ മൂടി വെക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര പാനിക്ക് ചൂടോടുകൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഫ്ലെയിം വീണ്ടും ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴാണ് പിന്നെ തുറന്നു നോക്കാമുള്ളൂ. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ടൈപ്പിലെ നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടില്ല എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ബോൾസ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ബദാമൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. റോസ് എസൻസ് ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഈ ഗുലാബ് ജാമുന് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് എസൻസ് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ ഇത് ഒരു 3-4 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാൻ പറ്റും. കൂടുതൽ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യുക. ഷുഗർ സിറപ്പ് ഒറ്റനൂൽ പരിവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഞാൻ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട ഏലക്കാപ്പൊടിയിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് അരിച്ചിട്ടാണ് ഈ ഒരു ജാറിലോട്ട് ഒഴിച്ചു വെച്ചത്. നല്ല മഴയായിരുന്നു. അപ്പോൾ വോയിസ് ക്ലാരിറ്റി നല്ല കുറവുണ്ടെന്ന് അറിയാം. അപ്പോൾ ക്ഷമിക്കുക. ഇതിങ്ങനെ ഈ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമാണ് ഈ സിറപ്പിൽ നിന്ന് എടുക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് Aisha's Creations.